ഞാൻ ഇന്ന് ബീറ്റ്റൂട്ട് കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കുന്നയാട്ടോ കാണിച്ചു തരുന്നത്. ഇത് വെറുതെ കഴിക്കാനും വരെ അത്രയ്ക്ക് സ്വാദുള്ള ഒരു പച്ചടിയാണേ. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബീറ്റ്റൂട്ട് ചിരവി എടുക്കാൻ പോവാ കേട്ടോ. അത് മുഴുവനായിട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. ആ ബീറ്റ്റൂട്ട് മൊത്തം ചിരവി കഴിഞ്ഞപ്പോൾ ഇത്രയും ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് മാത്രമാണ് പച്ചടി ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഈ പാത്രത്തിലാണ് പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ബീറ്റ്റൂട്ട് എടുത്ത് മാറ്റി വെച്ചു. ഈ ബീറ്റ്റൂട്ട് ചെറുതായിട്ടൊന്ന് വേവിക്കാനുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കണം. വെള്ളം വറ്റുന്ന വരെ വേവിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്ര വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് വറ്റി വരാൻ കുറച്ച് സമയമെടുത്തു. നമ്മൾ ചിരവിയതായതുകൊണ്ട് തന്നെ ബീറ്റ്റൂട്ട് വേഗം വേവും കേട്ടോ. ബാക്കിയുള്ള ചിരവി വെച്ചത് ഉപ്പേരിക്ക് ആക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് സാധാരണ പോലെ ഉപ്പേരി. ഉപ്പേരിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് പച്ചടിയാണേ. ഉപ്പേരിക്കൊരു ചെറിയ മധുരം വരുന്നത് കൊണ്ട് പച്ചടിയാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത്. നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ റെഡിയാക്കാം. മുളക്, ചുമന്ന മുളകോ പച്ചമുളകോ. പച്ചമുളക് ചുമന്നതാണ് കേട്ടോ, ഉണക്കമുളകല്ല ഇത്. അതിൻ്റെ കൂടെ 2 കരിവേപ്പിലേൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. ഇത്ര ചെറിയൊരു കഷ്ണം ഇഞ്ചി, തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയൊരു കഷ്ണം മതി കേട്ടോ. അത് പിന്നെ ഒരു സ്പൂണോളം കടുക്. ഇത് തേങ്ങയും കൂട്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തൈര് ഒഴിച്ചാൽ മതിയേ. പ്രത്യേകം ശ്രദ്ധിക്കണേ, തൈരാണ് കേട്ടോ വെള്ളമായിട്ട് ഒഴിക്കുന്നത്. വെള്ളത്തിന് പകരം നമ്മൾ തൈരിലാണ് അരച്ചെടുക്കുന്നത്. തൈര് എന്ന് പറഞ്ഞാൽ അപ്പോൾ നല്ല തൈരായിരിക്കണം കേട്ടോ. വെണ്ണ ആദ്യം ഇങ്ങനെ ചതച്ചെടുക്കുന്ന എന്താണെന്നുണ്ടെങ്കിൽ ഓവർ അരഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്ന് വെണ്ണയൊന്നും വരാതിരിക്കാനാണ്. എൻ്റെ തൈര് കണ്ടില്ലേ, നല്ല തൈരാട്ടോ, ഇങ്ങനെ കട്ടയായിട്ടുള്ള തൈരാണ്. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് നമുക്ക് ഇനി ഇത് നല്ലോണം അരച്ചെടുക്കണം. കുറച്ച് നല്ലോണം അരഞ്ഞോട്ടെ. ഈ തൈരിലാണ് കേട്ടോ എല്ലാ പച്ചടികളുടെയും സ്വാദ് ഉണ്ടാവുക. തൈര് പഴകിയതൊക്കെ ആണെങ്കിൽ പച്ചടിക്ക് അതിൻ്റെ കൃത്യം സ്വാദ് കിട്ടാൻ പ്രയാസമാണ്. തരി ഒന്നും ഇല്ലാതെ നല്ലോണം അരഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബീറ്റ്റൂട്ട് നല്ലോണം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം ഓഫാക്കി ഇട്ടതുകൊണ്ട് ചൂട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അത്ര ചൂടില്ല, ചൂട് കുറഞ്ഞു. ഇനി ആ കുറഞ്ഞ ചൂടിലേക്ക് നമ്മൾ ഈ തേങ്ങേൻ്റെ അരപ്പ് ചേർക്കുകയാണേ. ഭയങ്കര ചൂട് വേണ്ട കേട്ടോ. പച്ചടി നമ്മൾ ചൂടാക്കുകയോ തിളപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. ആ പച്ച തേങ്ങേൻ്റെ തന്നെ സ്വാദാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പച്ചടീൻ്റെ പണി കഴിഞ്ഞു. ഇനി അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മളിനി വെള്ളമല്ല തൈര് തന്നെയാണ് കേട്ടോ ചേർക്കുന്ന, ലൂസാക്കാൻ വേണ്ടിയിട്ട്. ഞാനിട്ട ഉപ്പ് പാകമായിരിക്കും എന്നുള്ളത് കൊണ്ട് ഉപ്പൊന്നും നോക്കുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് ഉപ്പൊക്കെ നോക്കേണ്ടത്. എന്നിട്ട് നമുക്ക് തൈരൊക്കെ ചേർത്ത് പച്ചടീൻ്റെ പരിപാടി അവസാനിപ്പിക്കാം. ലാസ്റ്റ് ഒരു വറവും കൂടി ഇടാനുണ്ടേ. ഉച്ചക്കേക്ക് കറി പോലെ തന്നെ എടുക്കാൻ പറ്റുന്നതായിരുന്നു കേട്ടോ പച്ചടി. അതെന്താ അറിയില്ല, പച്ചടീനെ എല്ലാവരും ഒരു സൈഡ് ഡിഷാക്കി മാറ്റി വെച്ചു. പച്ചടിയിൽ നോക്കുമ്പോൾ പുളിയുണ്ട്, എരിവുണ്ട്, ഉപ്പുണ്ട്, ഒരു കറിയിലുള്ള തേങ്ങ അരച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണോ എന്തോ സൈഡ് ഡിഷായി പോയത്. നമ്മളെ പച്ചടിയിൽ ഇനിയൊരു വറവും കൂടി ഇട്ടാൽ പണി കഴിഞ്ഞുവേ. പച്ചടി വറവിടുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറയാം. ഇതൊരു വ്ളോഗിങ് ചാനലാണ്. ഇതിൽ ഇങ്ങനെ ട്രാവലിംഗ് ഉണ്ടാവും, കുക്കിംഗ് ഉണ്ടാവും, അങ്ങനെ പല വീഡിയോസുകളും ഉണ്ടാവും കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മളെ വറവ് വേറെ ഒന്നുമില്ല, കടുകും കരിവേപ്പിലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. വേണമെങ്കിൽ വറ്റൽമുളകും ഇടാം. ഞാൻ ഇട്ടിട്ടില്ല. വറ്റൽമുളക് നമ്മൾ കളയുകയല്ലേ, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ബീറ്റ്റൂട്ട് പച്ചടി എത്ര വേഗമായത്. നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് വെറുതെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഉച്ചയ്ക്ക് ഇത് മാത്രം കഴിച്ചാൽ തന്നെ നമ്മളെ വയറൊക്കെ നിറയും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബും ചെയ്യണേ.